നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 465 മരണം സ്ഥിരീകരിച്ചു. 290 ഇന്ത്യക്കാർ അടക്കം 1500ഓളം പേർ ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. മലയാളികൾ അടക്കമുള്ള 290 പേരെ കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം. കൈലാസ മാനസ സരോവർ തീർത്ഥാടന യാത്രയ്ക്കും വിനോദയാത്രയ്ക്കുമായി നേപ്പാളിലെത്തിയ 300ഓളം ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനായുള്ള ശ്രമം തുടരുകയാണ്. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും നേപ്പാൾ സർക്കാരുമായി ഏകോപിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ ആശയവിനിമയ സംവിധാനം തകർന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി. 33 മലയാളികൾ ഉൾപ്പെടെ 288 പേരെ കാണാതായി എന്നാണ് ഔദ്യോഗിക കണക്ക് എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. As per information currently available, there are 288 Indian nationals who remain uncontactable. Then a group of 61 Indian nationals from different states who traveled through Richa tours. And then a group of 33 Indian nationals from Kerala. ട്രാവൽ ഏജൻസികളെ കേന്ദ്രീകരിച്ചാണ് എംബസി പ്രാഥമിക കണക്ക് തയ്യാറാക്കിയത്. കാണാതായ ഇന്ത്യക്കാരിൽ തൃശൂലി-1 വൈദ്യുതി പദ്ധതിയിൽ ജോലി ചെയ്യുന്ന 76 പേരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2 സംഘങ്ങളിലായി നേപ്പാളിലെത്തിയ 86 പേരെ കാണാതായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 32 പേരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 61 പേരും കാണാതായ 288 പേരിൽ ഉൾപ്പെടുന്നു. അതേസമയം നേപ്പാൾ അതിർത്തി പങ്കിടുന്ന ബീഹാറിലും UP-യിലും അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ NDRF സംഘങ്ങളെ അതിർത്തി ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനത്തിനുള്ള മരുന്നുകൾ, ഭക്ഷണപ്പൊതികൾ എന്നിവയുമായി വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിലെത്തി. കൈരളി ന്യൂസ്, ദില്ലി.